ഹായ് കൂട്ടുകാരെ, ക്വിസ് ബീറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ തരം ക്വിസ് കോമ്പറ്റീഷനുകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കുട്ടികൾക്കും അതുപോലെ തന്നെ PSC ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചേർത്ത് തയ്യാറാക്കിയ വീഡിയോ ആണിത്. എക്സാമുകളിൽ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ KSFDC ചെയർമാനായി നിയമിതനായ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ആര്? ഉത്തരം ഷാജി N. കരുൺ. കേരളത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഉത്തരം ശുചിത്വ സാഗരം പദ്ധതി. കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് UGCയുടെ പ്രത്യേക പദവി ലഭിച്ചത്? ഉത്തരം കേരള സർവകലാശാല. കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് സർജറി സംവിധാനം നിലവിൽ വന്ന സർക്കാർ മെഡിക്കൽ കോളേജ് ഏതാണ്? ഉത്തരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരള ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റത് ആര്? ഉത്തരം പ്രൊഫസർ കാട്ടൂർ നാരായണപിള്ള. കേരളത്തിൽ അടുത്തിടെ നിലവിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ടെക്നോ പാർക്ക് ഫേസ് 4 കഴക്കൂട്ടം. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ഉത്തരം കുഞ്ഞാപ്പ്. കേരളത്തിൽ പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ തലവൻ ആര്? ഉത്തരം ഡോക്ടർ B. അശോക്. കേരള സാംസ്കാരിക വകുപ്പിന്റെ മികച്ച സാംസ്കാരിക പ്രവർത്തകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം M. മുകുന്ദൻ. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പുതിയ കൺട്രോൾ റൂം സംവിധാനം എന്താണ്? സർപ്പ ആപ്പും കൺട്രോൾ റൂമും. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈ കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആര്? ഉത്തരം ഡോക്ടർ സഞ്ജീവ് പട്ജോഷി. കേരളത്തിലെ ഏത് ടൂറിസം കേന്ദ്രത്തിലാണ് പുതിയതായി ഇക്കോ ഫ്രണ്ട്ലി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം ബേപ്പൂർ ബീച്ച്, കോഴിക്കോട്. കേരളത്തിലെ പരമ്പരാഗത നെയ്ത്തുകാരെ സഹായിക്കാൻ സർക്കാർ ആരംഭിച്ച ഓൺലൈൻ പോർട്ടൽ ഏതാണ്?
ഉത്തരം കേരള വീവ്സ്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഡോക്ടർ പ്രദീപ് കുമാർ. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ചെയർമാനും സിഇഒയുമായി സേവനമനുഷ്ഠിക്കുന്നത് ആര്? ഉത്തരം സതീഷ് കുമാർ. ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് രാജ്യത്ത് ആദ്യമായി റൈറ്റ് ടു ഹെൽത്ത് നിയമം പാസാക്കിയത്? ഉത്തരം രാജസ്ഥാൻ. നിതി ആയോഗിന്റെ വൈസ് ചെയർമാനായി നിയമിതനായ സാമ്പത്തിക വിദഗ്ധൻ ആര്? ഉത്തരം സുമൻ ബേരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമായ അടൽ സേതു ഏത് നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം മുംബൈയും നവി മുംബൈയും. ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ഉത്തരം ജനറൽ NS രാജസുബ്രഹ്മണി. ഇന്ത്യയിൽ പുതുതായി പ്രഖ്യാപിച്ച 5G ലാബ് വികസന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഭാരത് 5G അലയൻസ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആര്? ഉത്തരം രാകേഷ് പാൽ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിതമാകുന്നത്? ഉത്തരം കേരളം, തിരുവനന്തപുരത്ത്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി പുറത്തിറക്കിയ ലേണിംഗ് ആപ്പ് ഏതാണ്? ഉത്തരം ദീക്ഷ. ഇന്ത്യയുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? ഉത്തരം പ്രവീൺ കുമാർ ശ്രീവാസ്തവ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിച്ച ചരിത്ര പ്രസിദ്ധമായ ചെങ്കോലിന്റെ മുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന രൂപം ഏതാണ്? ഉത്തരം നന്ദി അഥവാ ഋഷഭം. ഏത് ഇന്ത്യൻ നഗരത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് പവർ ട്രാൻസ്ഫോർമർ സ്റ്റേഷൻ
സ്ഥാപിച്ചത്? ഉത്തരം ബംഗളൂരു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് നിലവിൽ വരുന്നത്? ഉത്തരം മധ്യപ്രദേശ്, നരദേഹി ടൈഗർ റിസർവ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഉത്തരം സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റുകൾ തികച്ച ഇന്ത്യൻ താരം ആര്? ഉത്തരം അക്സർ പട്ടേൽ. ഇന്ത്യയുടെ 84ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം വൈശാലി രമേശ് ബാബു. പുരുഷന്മാരുടെ ഏഷ്യൻ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഫോർമുല 1 റേസിംഗിൽ തുടർച്ചയായി വിജയങ്ങൾ നേടി റെക്കോർഡിട്ട ഡ്രൈവർ ആര്? ഉത്തരം മാക്സ് വെർസ്റ്റാപ്പൻ. വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ പ്രമുഖ താരം ആര്? കാർലോസ് അൽക്കരാസ്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടിയ പ്രമുഖ മലയാളി താരം ആര്? ഉത്തരം അബ്ദുള്ള അബൂബക്കർ, ട്രിപ്പിൾ ജമ്പിൽ. വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആര്? ഉത്തരം അദിതി ഗോപിചന്ദ് സ്വാമി. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രധാന വേദിയായ സംസ്ഥാനം ഏതാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ കളിക്കാരനായി മാറിയത് ആര്? ഉത്തരം മിച്ചൽ സ്റ്റാർക്ക്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ ബഹിരാകാശ നിലയ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യയുടെ പുതിയതായി വരാനിരിക്കുന്ന സൗരദൗത്യം ഏതാണ്? ഉത്തരം ആദിത്യ L2. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? ഉത്തരം അന്റോണിയോ ഗുട്ടറസ്.
ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? ഉത്തരം യുണൈറ്റഡ് കിങ്ഡം. നാസയുടെ ചീഫ് സയന്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരാണ്? ഉത്തരം ഡോക്ടർ ആരതി പ്രഭാകർ. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൂപ്പർ കമ്പ്യൂട്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രണ്ടിയർ ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം അമേരിക്ക. ഏത് രാജ്യമാണ് തങ്ങളുടെ ഔദ്യോഗിക കറൻസിയായി യൂറോ അടുത്തിടെ സ്വീകരിച്ചത്? ഉത്തരം ക്രൊയേഷ്യ. പ്രശസ്തമായ സൂപ്പർ ഹെവി റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന സ്വകാര്യ ബഹിരാകാശ ഏജൻസി ഏതാണ്? ഉത്തരം സ്പേസ് എക്സ്. ലോകത്തെ ആദ്യത്തെ 100% ഡിജിറ്റൽ പാസ്പോർട്ട് സംവിധാനം പരീക്ഷിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ഉത്തരം ഫിൻലാൻഡ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യത്തെ നഗരം ഏത്? ഉത്തരം കോഴിക്കോട്. കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ക്വിസ് ബീറ്റ് മലയാളം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്മളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.